2026 ജൂലൈ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. തുലാക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. മക്കൾക്കുള്ള ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരമുണ്ടാകുന്ന ഒരു സമയമാണിത്. രോഗങ്ങളായിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങളായിട്ടും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. മനസ്സിൻ്റെ ചാഞ്ചല്യം മാറിക്കിട്ടുന്നു. അതായത് എപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ, ഒരു കൺഫ്യൂഷൻ, അത് മാറിക്കിട്ടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അതിന് ശമനം വരുന്നു. കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നു, അധികം തടസ്സമൊന്നും ഇല്ലാതെ തന്നെ. കലഹവും വഴക്കും മാറിക്കിട്ടുന്നു. പേരുദോഷമുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം മാറിക്കിട്ടുന്നു. തൽക്കാലം അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. തൊഴിൽ തർക്കങ്ങളും മറ്റു തൊഴിൽ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നു. കനത്ത രീതിയിൽ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. അത് പാഴ്ചെലവുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടങ്ങളായിരിക്കാം, അതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സമയം ധനം ഉണ്ടാക്കുവാനായിട്ടുള്ള സാധിക്കുന്നു. ചിലർക്ക് വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് ശരീരത്തിൽ പുണ്ണുകൾ, മറ്റു തൊലിപ്പുറത്തുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ചിലർക്ക് ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളുണ്ടെങ്കിലും മാറിക്കിട്ടുന്നു. രക്തസംബന്ധമായ രോഗങ്ങൾക്ക് കുറവ് വരുന്നു. അതുപോലെ വ്യാപാരങ്ങൾക്കും മറ്റു വ്യവസായങ്ങൾക്കും പുരോഗമിക്കാൻ പറ്റിയ ഒരു കാലമാണ്. ധനലാഭം ധാരാളമായിട്ട് ബിസിനസ്സിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. ബുധനും ഗുരുവും ശുക്രനും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സരസ്വതി യോഗം ഭവിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. ശ്രമങ്ങൾക്ക് ഗുണം ലഭിക്കുന്നു. ഏത് കാര്യവും ഗ്രഹിക്കുന്നതിനുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നു. വേഗം മനസ്സിലാക്കാനും അത് മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കുന്നു. മികച്ച ആശാവിനിമയ ശേഷി ഉണ്ടാകുന്നു. ഏതു രീതിയിലുള്ള വാർത്താവിനിമയ രംഗത്തുള്ളവരായിരുന്നാലും തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അത് ഉപയോഗിക്കുക. അനുഭവവും കഴിവും മൂലം ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയവും കൂടിയാണിത്. കുടുംബ സൗഖ്യവും സമാധാനവും ഉണ്ടാകുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. ക്യാൻസർ, ട്യൂമർ മുതലായ രോഗമുള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ചികിത്സ കൃത്യമായി നടത്തേണ്ടതാണ്. അഭിവൃദ്ധിക്കും പ്രശസ്തിക്കും ധനം, തൊഴിൽ എന്നിവ വിജയം ലഭിക്കാനും കീർത്തിയും അധികാരം ലഭിക്കാനും വിദ്യാഭ്യാസത്തിനും ശാരീരിക സുഖം ലഭിക്കുന്നതിനും ചില പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ ക്യാൻസർ ട്യൂമർ ഉള്ളവർക്ക് അത് കൂടാനോ അല്ലെങ്കിൽ ഒരു സാധ്യത ഉള്ളതിനാൽ അത് സംബന്ധിച്ചുള്ള മികച്ച ചികിത്സ അവർക്ക് ലഭ്യമാകുന്നത് നല്ലതായിരിക്കും. ഒപ്പം തന്നെ അവർക്ക് പൂജകൾ ചെയ്യുന്നത് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ഇനി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിന് അനുസരിച്ചിട്ടാണ് ഫലങ്ങൾ പറയുന്നത്. 4 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ബാല്യകാല സഹജമായ രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വീട്ടുകാർ സൂക്ഷിച്ചില്ലെങ്കിൽ ചതി പറ്റുന്നതിന് ഒരു സാധ്യത വീട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് ഈ സമയം ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ ജാമ്യം നിൽക്കുക. അല്ലാതെ ഗ്യാരണ്ടി ആയിട്ട് ആർക്കെങ്കിലും നിൽക്കുക. ലോൺ എടുക്കുന്നതിനും മറ്റുള്ള കാര്യത്തിനും അത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ മറ്റൊരാൾക്ക് നിങ്ങൾ പണം കടം കൊടുക്കുക ഒന്നും ചെയ്യരുത്. അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ തന്നെ വസ്തുവകകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കരുത്. വസ്തുവകകളോ സ്വർണമോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് വെച്ചതിൻ്റെ ആ രേഖകൾ കൊടുത്തിട്ട് അവർ ലോൺ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ പണങ്ങളൊന്നും തിരിച്ചു കിട്ടില്ല. വസ്തു നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ചതിക്കപ്പെടാം. കാരണം ഈ സമയം അർത്ഥനാശമാണ് കുടുംബത്തിലുള്ളവർക്ക് കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കുട്ടിയുടെ ജനനം കൊണ്ടല്ല ഇതെല്ലാം സംഭവിക്കുന്നത്. കുട്ടിയുടെ ജാതകത്തിൽ കൂടി തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നത് ഒരു മഹാഭാഗ്യമായി കരുതുക. വീട്ടുകാർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നു. മുതിർന്നവരുടെ ജാതകം പരിശോധിച്ചാലും ഇതെല്ലാം വ്യക്തമാകുന്നതാണ്. ഏത് കുട്ടി ജനിച്ചാലും ഉടനെ ജാതകം എഴുതുന്നത്, അത് പരിശോധിക്കുന്നതും വളരെ നല്ലതാകുന്നു. കാരണം ഇങ്ങനെയുള്ള ഏടാകുടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആ കുട്ടിയുടെ ജാതകത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമാണ്. അന്യദേശത്തേക്ക് കുടുംബസമേതം താമസം മാറുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. പിതാവിനും മാതാവിനൊക്കെ ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വലിയ രോഗങ്ങളൊന്നുമല്ല. 4 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് മുതിർന്ന ബന്ധുക്കളിൽ ആരുടെയോ ഒരു വിയോഗം വരുന്നതിനൊരു സാധ്യതയുണ്ട്. ഈ സമയം കുട്ടിക്ക് ചിലർക്ക് എന്തിനേയും ഒരു ഭയം വരുന്ന ഒരു കാലഘട്ടമാണ്. ചിലർ നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് താമസം മാറാം. അലർജിയോ വ്രണങ്ങളോ ഫുഡ് പോയിസണോ വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. ആയുധങ്ങളിൽ നിന്നോ യന്ത്രങ്ങളിൽ നിന്നോ മുറിവേക്കാനുള്ള ഒരു സാധ്യത കാണുന്നതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളിൽ നിന്നും കുട്ടിയെ അകറ്റി നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും.
വിദ്യാഭ്യാസം കുഴപ്പമില്ലാതെ ഓരോ ഘട്ടത്തിലും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഭൂമിയോ വീടോ കുടുംബത്തിന് ലഭിക്കുവാൻ വേണ്ടി ഒരു ഭാഗ്യവും കുട്ടിയുടെ ജാതകത്തിൽ കാണുന്നുണ്ട്. വാഹനം ലഭിക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. കുടുംബത്തിലെ എല്ലാവരും ഒരു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുണ്യതീർത്ഥങ്ങളിൽ നീരാടുന്നതിനും അവർക്ക് ഈ സമയം ഭാഗ്യമുണ്ട്. 22 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തുടരുന്നതിന് സാധിക്കുന്നു. ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും ഭാഗ്യമുണ്ട്. മികച്ച ധനം സമ്പാദിക്കാനും സാധിക്കുന്നു. നല്ല രീതിയിലുള്ള നിക്ഷേപ പദ്ധതികളിൽ ധനം നിക്ഷേപിക്കാനായിട്ട് സാധിക്കുന്നു. വിവാഹവും സന്താനയോഗവും ഈ സമയം കാണുന്നുണ്ട്. നല്ല മിത്രങ്ങളെ ലഭ്യമാകുന്നതിന് യോഗമുണ്ട്. ശത്രുക്കളും അസൂയാലുക്കളും നിങ്ങളെ നശിപ്പിക്കാൻ അവസരം പാർത്തിരിക്കുകയാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമയം. തൊഴിൽ സംബന്ധമായി തർക്കങ്ങൾ കോടതി വരെ എത്താമെങ്കിലും വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ദൈവാനുഗ്രഹം ഉള്ള ഒരു സമയമാണ്. അതിനാൽ മതപരമായ പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്നത് ഈ സമയം വളരെ ഗുണം ചെയ്യും. തൊഴിലിൽ നല്ല പുരോഗതി നേടുവാനായിട്ട് ഉള്ള ഒരു യോഗമുള്ള സമയമാണ്. വീടും വാഹനമെല്ലാം വാങ്ങാനായിട്ട് ഇവിടെയും യോഗമുണ്ട്. ഈ സമയം മദ്യത്തിനും മയക്കുമരുന്നിനും ആര് എത്ര നിർബന്ധിച്ചാലും അതിനൊന്നും അടിമയാകാണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 38 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് വാക്കു തർക്കങ്ങൾ ഒഴിവാക്കുക വളരെ നല്ലതായിരിക്കും. വഴക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ചിലർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. അതൊക്കെ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. സ്വഭവനത്തിൽ നിന്നും വേറെ വീട്ടിലേക്ക് താമസം മാറുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അതുപോലെ ധനം സമ്പാദിക്കുന്നത് ഈ സമയം ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ശ്രമകരമായിരിക്കാം. ധാരാളം ചെലവുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ഈ സമയം സമ്പത്ത് വളരെ ശ്രദ്ധിച്ചു വേണം ചെലവാക്കാനായിട്ട്. ഒരു സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ ശീലിക്കുന്നത് നല്ലതായിരിക്കും. ഈ കാലഘട്ടത്തിൽ പോലീസ് പരാതി, കേസ് എന്നിവ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉറ്റ ബന്ധുക്കൾ, മിത്രങ്ങൾ ഇവരിൽ ചിലർ തെറ്റിദ്ധാരണ മൂലം നിങ്ങളെ വിട്ടുപോകുന്നതിന് ഒരു സാധ്യതയുണ്ട്. നിങ്ങളെ തെറ്റായിട്ട് ധരിച്ചിട്ട് അവർ മാറി നിൽക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങൾക്ക് തൊഴിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് ഈ സമയം കാണുന്നില്ല. ചിലർക്ക് നേതൃത്വപരമായിട്ട് പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നു. അങ്ങനെ ഒരു നേതൃത്വ സ്ഥാനം ലഭിക്കുന്നു. കൃഷിക്കാർക്ക് കാറ്റിൽ നിന്നും ചില നഷ്ടങ്ങൾ, അതായത് കാറ്റിൽ നിന്നും മഴയിൽ നിന്നൊക്കെ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് വേണ്ടുന്ന പൂജകളൊക്കെ ചെയ്യുക. അന്യ ആൾക്കാരിൽ നിന്നും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ലഭ്യമാകും. നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം സഹായം ലഭ്യമാകുന്ന ഒരു സമയമാണ്. മോശപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടിട്ട് മനസ്സ് അസ്വസ്ഥതയാകാൻ ഒരു സാധ്യതയുണ്ട്. അതിനാൽ ഭയപ്പെടാണ്ടിരിക്കുക. 57 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഡിപ്രഷൻ പോലുള്ള മനോവിചാരങ്ങൾ മാറിക്കിട്ടും. ആരോഗ്യപരമായി പൊതുവെ തൃപ്തികരമായ ഒരു സമയമാണ്. ഇവിടെയും സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരുന്നാൽ വളരെയധികം നല്ലതായിരിക്കും. ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെയും മികച്ച വാഹനവും വീടും വാങ്ങുന്നതിന് യോഗമുണ്ട്. ചെറിയ രോഗങ്ങൾ വന്നേക്കാം, എങ്കിലും പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും വരുന്നില്ല. പല രീതിയിലും സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ശ്രമിച്ചാൽ അത് ലഭിക്കാം. പലതും നേടാൻ സാധിക്കും. എന്നിരുന്നാലും ചതിയിലും വഞ്ചനയിലും അകപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗവേഷണ രംഗത്തുള്ളവർക്ക് അതിൻ്റേതായ ഗുണകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കണ്ടുപിടുത്തങ്ങൾ അംഗീകരിക്കപ്പെടും. ഇവിടെയും ഉത്സാഹപൂർണമായി നിങ്ങൾക്ക് അധ്വാനിക്കാൻ സാധിക്കും. 74 വയസ്സിന് മുകളിലോട്ടുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ചിലർ അന്യദേശത്തേക്ക് താമസമായി പോകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ധനവരവ് അല്പം കുറയാം ചില ചിത്ര നക്ഷത്രക്കാർക്ക്. അതിനാൽ പാഴ് ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നതും വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. തർക്കങ്ങൾ മാത്രമല്ല, മധ്യസ്ഥത പറയുന്നതും നിങ്ങൾ ഒഴിവാക്കുകയായിരിക്കും നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിത ശൈലിക്ക് നല്ലത്. ഈ സമയം ചതി, വഞ്ചന മൂലം മാനഹാനി, ധനനഷ്ടം ഇവ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ചില നിക്ഷേപ പദ്ധതികളിൽ നിന്നും ആദായം മികച്ച രീതിയിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ബന്ധുക്കളും മിത്രങ്ങളുമായി ഒരു സമാധാന ജീവിതം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഈ സമയം കോടതി നടപടികൾ തുടങ്ങുവാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ആയതിനാൽ എത്ര തന്നെ ആര് തന്നെ നിർബന്ധിച്ചാലും കോടതി നടപടികളിൽ കേസൊന്നും കൊടുക്കുന്നത് നല്ലതല്ല. നിലവിൽ നിങ്ങൾ കേസുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ഈ സമയത്ത്. അടുത്ത ചോതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ഈ സമയം ബാല്യം സാമാന്യം നല്ല രീതിയിൽ തന്നെ പറയുവാൻ സാധിക്കും.
ചില ചോതി നക്ഷത്രക്കാരുടെ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. അത് ആ കുട്ടി ജനിച്ചതിനാലല്ല ഈ പ്രതിസന്ധി ഉണ്ടായത്, കുട്ടിയുടെ ജാതകത്തിൽ കാണിക്കുന്നു എന്ന് മാത്രം. മുതിർന്നവരുടെ ജാതകം പരിശോധിച്ചാലും ഈ സമയം സാമ്പത്തികം മോശസ്ഥിതി ആയിരിക്കും കാണാൻ സാധിക്കുക. പലവിധ രോഗങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ സാഹിത്യാദി കലകളിൽ താല്പര്യം കാണിക്കുന്നതിന് ഉള്ള ഒരു സമയമാണിത്. അത് നിരുത്സാഹപ്പെടുത്തരുത്. ഏതിലാണോ അവർക്ക് ഉത്സാഹം ആ രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. വളരെ നല്ലതായിരിക്കും. അവരുടെ ഭാവിയിൽ വളരെ പ്രയോജനപ്പെടും. കുടുംബത്തിൽ ഒരു മോഷ്ടാവ് കയറി പലതും മോഷ്ടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടേതായിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുവകകൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുക. ജലത്തിൽ കളിക്കുമ്പോൾ അതായത് ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ അപകടം വരാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ വസ്തുക്കൾ ഈ സമയം ഉപയോഗിച്ചിട്ട് വേണം അതെല്ലാം ചെയ്യാനായിട്ട്. ഈ സമയം അന്യദേശവാസം കാണുന്നുണ്ട്. ധനവും വാഹനവും ലഭിക്കുന്ന ഒരു യോഗവും കൂടിയുണ്ട്. വിദ്യാഭ്യാസത്തിന് തടസ്സമൊന്നും വരുന്നില്ല. ഈ സമയം ആയുധങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനായിട്ട്. സിനിമയിലും നാടകത്തിലും തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയൊരു സമയമാണിത്. കുടുംബത്തിന് ഒരു ഭൂസ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബസ്വത്ത് ഭാഗം വെച്ചതിനൊരു ഓഹരി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള യോഗ്യത കാണുന്നുണ്ട്. തൊഴിൽ അതുപോലെ തന്നെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും ഒരു ഭാഗ്യമുണ്ട്. സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുന്നതിനും ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. ഒരു മാനഹാനി വരാൻ സാധ്യതയുള്ളതിനാൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. തൊഴിൽ സംബന്ധിച്ച പ്രശ്നവും വന്നേക്കാം. അതിനാൽ ജാഗ്രത വേണം. കാരണം മാനഹാനി വന്നാൽ തൊഴിൽ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാകും. ചിലർക്ക് ധാരാളം ഭൂമിയും മറ്റു സ്വത്തുക്കളും ലഭ്യമാകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് അതൊരു വിവാഹം കഴിക്കുന്നതിനുള്ള ഒരു യോഗവും കൂടി കാണുന്നുണ്ട്. പക്ഷേ അന്ന് മുതൽ പല കഷ്ടതകളും തുടങ്ങാനാണ് ഇവർക്ക് ജാതകത്തിൽ കാണുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. കലകളിലും മറ്റു സാംസ്കാരിക വേദികളിലും ധാരാളം അവസരങ്ങൾ ഇവർക്ക് ലഭിക്കാം. അതുമൂലം ധാരാളം സമ്പത്ത് നേടാനും ഇവർക്ക് യോഗം കാണുന്നുണ്ട്. അന്യദേശവാസത്തുള്ളവരിൽ അന്യദേശത്ത് നിന്നും ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും ഇവർക്ക് ജാതകത്തിൽ കാണുന്നുണ്ട്. 31 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയാണ് ഈ സമയം കാണുന്നത്. തൊഴിൽ 100% ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. തൊഴിലിൽ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അശ്രദ്ധ കാരണം പകുതി മനസ്സോടെയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ ദോഷങ്ങളും നഷ്ടങ്ങളും വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുന്നവർക്ക് തൊഴിലിൽ 100% അഭിവൃദ്ധി ഉണ്ടാകുന്നു. ചിലർക്ക് നേതൃത്വ സ്ഥാനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കൾ ആരെങ്കിലും ആപത്ത് വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ശ്രമിച്ചാൽ ധാരാളം ധനം സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയമാണിത്. തൊഴിൽ സംബന്ധമായി ഈ സമയം അധ്വാനം കുറച്ച് കൂടുതലായിരിക്കും. ചിലപ്പം ചിലർക്ക് കൂടുതലായിട്ടുള്ള അധിക ജോലികൾ വേണ്ടി വന്നേക്കാം, ഉത്തരവാദിത്വം വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വരാം. കൂടുതലും വയറു സംബന്ധിച്ചുള്ള അസുഖങ്ങൾ വരുന്നതിനാണ് സാധ്യത കാണുന്നത്. പുതിയ വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഇവിടെ യോഗം കാണുന്നുണ്ട്. കൃഷി മേഖലയിലാണ് ഉള്ളവർക്കാണെങ്കിൽ അതിൽ നിന്നും വലിയ നേട്ടം ഉണ്ടാകാൻ പറ്റിയ ഒരു സമയമാണ്. പ്രമേഹമുള്ളവർക്ക് അല്പം മുൻകരുതലുകൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. 50 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടമാണിത്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം. കലാസാഹിത്യാദി രംഗങ്ങളിൽ ഉള്ളവർക്ക് അംഗീകാരങ്ങളും അവാർഡുകളും ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. ശത്രുക്കളെയും അസൂയാലുക്കളെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രമേഹമുള്ളവർ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നല്ലതായിരിക്കും. തൊഴിലിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. സർക്കാരിൽ നിന്നും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇവിടെ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും ഈ സമയത്തും അവർക്ക് യോഗം കാണുന്നുണ്ട്. ധർമ്മകാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, ദാനാദി കർമ്മങ്ങൾ ചെയ്യുക. ധനപരമായി ഒരു നിയന്ത്രണം നിങ്ങൾ ഏർപ്പെടുത്തുന്നതും നല്ലതാണ്. ആരോഗ്യപരമായി മെച്ചപ്പെട്ട കാലമാണ്. വിദ്വൽ സദസ്സിൽ നിന്നും അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ വില നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. 67 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ചതിവിലും വഞ്ചനയിലും അകപ്പെടാതെ ശ്രദ്ധിച്ചാൽ അവർക്ക് വളരെ നല്ലതായിരിക്കും. ധാരാളം ധനവും ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. വസ്തുവകകളിൽ തർക്കമുണ്ടാകാം, കേസുകൾ നടക്കാം. ആയതിനാൽ ഈ സമയം നടത്തുന്ന എല്ലാ വാങ്ങൽ വിൽക്കൽ ഇടപാടുകളും നിക്ഷേപങ്ങൾ ഇവ നടത്തുന്നതിന് മുൻകരുതലോടെ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുക. മോശപ്പെട്ട സമ്പാദ്യ പദ്ധതികളിൽ ചേരരുത്. കനത്ത നഷ്ടം വരാൻ സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ ധാരാളം ഭൂമി, ഇഷ്ടമുള്ള ഭൂമി അവർക്ക് കൈവശം വയ്ക്കുന്നതിനും വാങ്ങുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ബന്ധുക്കളിൽ ചിലർക്ക് വിരോധം വരാം. നിങ്ങളോടൊരു അസൂയയും വിരോധവും ഒക്കെ വരാം.
നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉയർന്ന ആദായം ലഭിക്കുന്ന ഒരു സമയമാണിത്. കോടതി കേസുകളുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് വിജയം ഈ സമയം ലഭിക്കാം. വ്യാപാരം സംബന്ധിച്ച് അന്യദേശത്തേക്ക് പോയി താമസിക്കേണ്ടതായിട്ടും ചില ചോദ്യ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. 74 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മുൻകാലത്ത് ചതിവിലും വഞ്ചനയിലും അകപ്പെടാതെ സൂക്ഷിച്ച ആൾക്കാർക്ക് സാമ്പത്തികമായി വളരെ ഉയർച്ചയിലെത്തുന്ന ഒരു സമയമാണിത്. സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. ചില അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർ വേറെ പുതിയ താമസ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. വളരെ സുന്ദരമായ ഒരു കാലഘട്ടമാണ്. മനസമാധാനവും സന്തോഷവും ലഭ്യമാകുന്നു. വ്യാപാരികൾക്കും വ്യവസായികൾക്കും വളരെയധികം നേട്ടമുള്ളൊരു സമയമാണ്. മികച്ച രീതിയിലുള്ള വാഹനം ലഭ്യമാകാൻ ഇവിടെയും അവർക്ക് യോഗം കാണുന്നുണ്ട്. അടുത്ത വിശാഖ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ബാല്യകാലത്ത് ചില വിശാഖ നക്ഷത്രക്കാർക്ക് ചില കുട്ടികൾക്ക് ചില വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും വരുന്നത്. ചിലർക്ക് ബാല്യകാലം തൊട്ടേ പല രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. മറ്റു ചിലർക്ക് പ്രശ്നം കാണുന്നില്ല. 5 വയസ്സിന് ശേഷം അല്പാൽപമായി ആരോഗ്യത്തിലുള്ള സ്ഥിതി മെച്ചപ്പെടുന്നു. അന്യരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സഹായം ലഭ്യമാകുന്നതിനൊരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം ചില പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാകുമെങ്കിലും പിന്നീടെല്ലാം ശരിയായി നേരാവണ്ണം പോകുന്നു. ആദ്യമൊക്കെ ബന്ധുക്കളുടെ സഹകരണം ലഭ്യമാകാം. ചില കുട്ടികൾക്ക് ചില രീതിയിലുള്ള വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവ് മൂലമുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ചികിത്സിച്ചാൽ ഭേദമാകും. ഈ വിവിധ ഭാഷകൾ പഠിക്കുന്നതിനുള്ള ഒരു യോഗവും ഈ സമയം ഈ കുട്ടിക്ക് കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തുടർന്ന് നടക്കുമെങ്കിലും ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അല്പാൽപമെങ്കിലും അതെല്ലാം മാറിക്കിട്ടുന്നു. വൈകിയാണെങ്കിലും മികച്ച വിദ്യാഭ്യാസം നേടുന്നതിനും ഉയർന്ന തസ്തികയിൽ ജോലി നോക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. ചില രോഗങ്ങൾ അലട്ടുമെങ്കിലും ജീവിതം മുന്നോട്ട് പോകുന്നു. വൈദ്യസഹായം ലഭ്യമായാൽ പ്രശ്നമില്ല. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം കാണുന്നുണ്ട്. ഇതിൽ ചിലർ കലാരംഗത്തും സാഹിത്യ രംഗത്ത് ബന്ധപ്പെട്ട മറ്റു രംഗങ്ങളിലെല്ലാം, അത് കലയുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അത് അവരെ ജീവിതത്തിൻ്റെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ധനവും വീടും വാഹനങ്ങളും സ്വന്തമാക്കാൻ അവർക്ക് യോഗമുണ്ട്. സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി ഒരിക്കലും ഒരു വാക്ക് തർക്കത്തിനോ ബന്ധം സ്ഥാപിക്കാനോ പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ഇക്കാലം വളരെ യോജിച്ചതാകുന്നു. ഒരു കാര്യസിദ്ധി ഉണ്ടാകും. അതുപോലെ ലക്ഷ്യബോധവും എല്ലാം ഉണ്ടാകുന്ന ഒരു കൃത്യനിഷ്ഠയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. 34 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് ആരോഗ്യപരമായി പൊതുവെ മെച്ചപ്പെട്ട ഒരു കാലമാണ്. കലയിലും സാഹിത്യത്തിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുഹൂർത്തമാണ് ഈ കാലഘട്ടം. ഇതുവഴി ധാരാളം പുതിയ ബന്ധങ്ങളും സ്നേഹിതന്മാരും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആരാധകരും ധാരാളം ഉണ്ടാകുന്നു. ചില വിശാഖ നക്ഷത്രക്കാർ ഗവേഷണ രംഗത്തേക്ക് തിരിയുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. വീടും വാഹനവും സ്ഥലവും സ്വന്തമാക്കാൻ ഈ കാലത്തും ഇവർക്ക് യോഗം കാണുന്നുണ്ട്. ധനപരമായി വളരെയധികം സമൃദ്ധി അവർക്കുണ്ടാകാം. അതുപോലെ തന്നെ നല്ല നിക്ഷേപ പദ്ധതികളിൽ അറിഞ്ഞ് നിക്ഷേപിക്കുന്നതിനും സാധിക്കുന്നു. ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അലർജിയുടെ ശല്യം കുറയുന്നു. അവാർഡുകളും അംഗീകാരങ്ങളും ബഹുമതിയും ഇവിടെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ സർക്കാരിൽ നിന്ന് മറ്റു പല ആനുകൂല്യങ്ങളും ലഭിക്കാം. ധാരാളം പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാം. ഏത് രംഗത്തായാലും ഉത്സാഹപൂർണ്ണമായിട്ടുള്ള മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവർ ഒരു ജാഗരൂകരായി ഇവർ പ്രവർത്തിക്കുന്നതാണ്. കണ്ണിന് ഒരു വിദഗ്ധ ചികിത്സ വേണ്ടി വന്നേക്കാം. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വര അനുഗ്രഹം ഉള്ള ഒരു നല്ലൊരു സമയമാണിത്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ധാരാളം ധനം സമ്പാദിക്കാനുള്ള ഒരു സമയമാണ്. പൊതുവെ ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടവും. ചതിവിലും വഞ്ചനയിലും പെടാണ്ടിരിക്കുക. തൊഴിലുമായി ബന്ധപ്പെട്ട് അന്യദേശത്തേക്കോ വിദേശത്തേക്കോ താമസിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളുമായോ അസൂയാലുക്കളുമായോ ഒരു ബന്ധവും സ്ഥാപിക്കരുത്. അവർ ചതിയിൽപ്പെടുത്തും. വിദ്യാഗുണം കലയോടുള്ള അറിവ് നിമിത്തം ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് കേസുകൾ തുടങ്ങുവാൻ പറ്റിയൊരു സമയമല്ല. അതിനാൽ ആരും എത്ര നിർബന്ധിച്ചാലും ഈ സമയം പുതിയതായിട്ട് കേസുകളൊന്നും ഉണ്ടാക്കരുത്. നിലവിൽ കേസുണ്ടെങ്കിൽ വിജയം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 58 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് ഇവിടെ അന്യദേശവാസം ചിലർക്ക് കാണുന്നുണ്ട്. ജീവിതത്തിലെ സുപ്രധാനമായി വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു സമയമാണ് ഇവർക്ക്. പുതിയ ഒരു താൽക്കാലിക ജോലി ലഭ്യമാകും. പക്ഷേ അധികാരമുള്ള ജോലിയായിരിക്കും. കൂടുതലും സാഹിത്യവും കലയുമായി ബന്ധപ്പെട്ട ഒരു ജോലിയായിരിക്കും ലഭിക്കുക. വളർത്തുമൃഗങ്ങൾ ധാരാളം ഉണ്ടാകും. കൃഷിയിൽ ശ്രദ്ധ തിരിയുവാനും ചിലർ സാധ്യതയുണ്ട്. നിധിയിലോ ലോട്ടറിയിലോ വഴി ധനം ലഭിക്കുന്നതിനുള്ള യോഗവും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. പൊതുവെ ഐശ്വര്യം നിറഞ്ഞതായിരിക്കും ഇവരുടെ ജീവിതം. ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം എങ്കിലും അതൊന്നും വലിയ പ്രശ്നം വരുന്നില്ല.
ഇവിടെ അന്യദേശം വാസം ചെയ്യുന്നത് കൊണ്ട് ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. വാദത്തിൻ്റെയും കഫത്തിൻ്റെയും അലർജിയുടെയും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാം. 78 വയസ്സിന് മുകളിലുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ വരാമെങ്കിലും ചില രോഗങ്ങൾ ശല്യം ചെയ്യാം. എങ്കിലും ധനം ധാരാളം ഉള്ളതിനാൽ വിദഗ്ധ ചികിത്സ ലഭിക്കുവാൻ ഇവർക്ക് പ്രയാസം വരുന്നില്ല. ശരീരത്തിന് ഒടിവ് ചതവ് വരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനത്തിനും മറ്റ് ഐശ്വര്യങ്ങൾക്കും കുറവ് വരുന്നില്ല. അംഗീകാരങ്ങളും അവാർഡുകളും ബഹുമതിയും ഇവിടെയും അവർക്ക് ലഭിക്കുന്നു. ഒരു താളത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. വനപർവ്വതങ്ങളിലും വനമേഖലയിലും വിശ്രമ ജീവിതം നയിക്കാനായിട്ട് ഇതിൽ ചില വിശാഖ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അവരത് സാധിക്കുന്നു. കൃഷി കാര്യാദികൾ ചെയ്ത് ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി പോകുന്നതിനും ഇവർക്ക് ഭാഗ്യമുണ്ട്. അവിടെ പ്രകൃതി ഇണങ്ങിയ ഒരു വീട് നിർമ്മിക്കുന്നതിനും അവർക്ക് യോഗം കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ വാസ്തുപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ജൂലൈ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.